റെമ്യൂണറേഷന് വേണ്ടി ബാർഗെയിൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനു വേണ്ടി വാശി പിടിച്ചിട്ടുണ്ടോ? വാശിയൊന്നുമില്ല. ചില സമയത്ത് ഞങ്ങളെന്നല്ല മാനേജർ സംസാരിക്കേണ്ടി വരാറുണ്ട് ഇടയ്ക്ക്. ഒരു പ്രൊഡ്യൂസറിനോട് വഴക്കിട്ടിട്ടുണ്ടോ? എനിക്ക് ചോദിക്കണെന്ന് വിചാരിക്കും, ഇത് എന്തോ അറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം. ജീവിതത്തിൽ ആരോടെങ്കിലും ഒരാഴ്ചയിൽ കൂടുതൽ വഴക്കിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ടോ? പിന്നെ എത്ര ആൾക്കാരോട്? പിന്നെ ഒരാഴ്ച കൂടുതൽ എന്നിട്ട് വഴക്ക് പിന്നീട്. ഞാൻ ഇപ്പോഴും 2ാം ക്ലാസ്സിൽ ചോദിച്ച എന്റെ ഫ്രണ്ടിനോട് എതിരെ വിട്ടിട്ടില്ല. എനിക്ക് വാശി കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. പറയാറുണ്ട്, തോന്നിയിട്ടുണ്ട്. ആരാ പറയാറുള്ളത്? സ്വയമാണ് പറയാറുള്ളത്? സ്വയം പറയാറുണ്ട്, പിന്നെ നാട്ടുകാർ പറയാറുണ്ട്. ജീവിതത്തിൽ ആരെയെങ്കിലും തെറി വിളിക്കേണ്ടി വന്നിട്ടുണ്ടോ? കൊറേ പ്രാവശ്യം. ആണല്ലേ? പിന്നെ ഒരു ഇൻസിഡന്റ് പറയണമെന്നുണ്ടോ? ഒരു ഇൻസിഡന്റ് പറയണമെന്ന് വെച്ചാ, ഇപ്പൊ വണ്ടി പോകുമ്പോഴൊക്കെ ആയാലും, ഇപ്പൊ നമ്മള് സാധാരണ വണ്ടി പോകുമ്പോഴേ ഒരു കാര്യമില്ലാണ്ട് അവരുടെ ഭാഗത്ത് തെറ്റ് വരുമ്പോ നമ്മളെ ഇങ്ങോട്ട് നോക്കി പേടിപ്പിക്കുമ്പോണ്ടല്ലോ, അപ്പൊ ചെറുതായിട്ട്. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണോ പുറകിലിരിക്കുമ്പോഴാണോ? പുറകിലിരിക്കുമ്പോഴുണ്ടാവാറുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവാറില്ല. ചില സമയത്ത് ചില ആൾക്കാർക്ക് ഞങ്ങള് വണ്ടി ലേഡീസ് ആണ് ഓടിക്കുന്നത് പറയുമ്പോൾ അവർ ഓവർടേക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് അവർക്കൊരു സാധനം അടിച്ചിട്ട് റേസ് ചെയ്യും. അതുണ്ടാവാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ആക്ടിങ് ഇപ്പോൾ ഈസി ആയി തോന്നാറുണ്ടോ? ഈസി എന്ന് പറയാൻ പറ്റില്ല. ചിലതൊക്കെ യെസ്, ചിലതൊക്കെ നോ. ചില ഭാഗങ്ങള് യെസ്. മൈക്ക് മൂവി സെലക്ട് ചെയ്യാൻ കാരണം ജോൺ എബ്രഹാം ആണോ? കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ജോൺ പ്രൊഡക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദ സ്റ്റോറി ഒരു വലിയൊരു ഫാക്ടറാണ്. ഞാൻ സ്റ്റോറി അറിഞ്ഞിട്ടാണ് ഞാൻ പ്രൊഡക്ഷനിൽ അറിയുന്നത്. സോ ഫസ്റ്റ് തന്നെ ഇംപ്രസ് ചെയ്തത് സ്റ്റോറിയാണ്. ഇപ്പോഴും ചൈൽഡ് ആക്ടർ എന്നുള്ള വിളി കേൾക്കാറുണ്ടോ? നോ, ഇല്ല. നോയാണ് തിരിച്ചാ പിടിച്ചത്. നെവർ. ഇഷ്ടമില്ലാത്ത സിനിമകൾക്ക് കൃത്യമായി നോ പറയാൻ ഇപ്പോൾ പഠിച്ചോ? കൃത്യമായിട്ട് നോ എന്ന് പറയാൻ വേണ്ടിട്ട് കൈൻഡ് ഓഫ് എനിക്ക് പറയാൻ പറ്റാറുണ്ട്. തിരിച്ചാ ശേടാ ഐ ഹാവ്. എന്റെ മുഖത്തേക്ക് ഏതാണോ അതാണ് ആൻസർ എന്നാണോ വിചാരിച്ചേക്കണേ? അല്ല, സ്ക്രീനിലേക്ക്. റിയൽ ലൈഫിൽ അനശ്വര അഭിനയിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വേണ്ടി വരാറുണ്ട്. എന്തിനാ മോളെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ എന്ന ചോദ്യം ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? ഭയങ്കരമായിട്ട്. സത്യത്തിൽ എന്തായിരിക്കും മുടി വെട്ടാനുണ്ടായ ഒരു സാഹചര്യ കാരണം എന്താണ്? എന്റെ മുടി എന്റെ സ്വാതന്ത്ര്യം. അങ്ങനെ എനിക്ക് എല്ലായിടത്തും ചില അമ്മമാരൊക്കെ വന്നിട്ട് സ്നേഹത്തോടെ എന്തിനാ മോളെ കോലം കിട്ടുപോയല്ലോ എന്നൊക്കെ പറയും. ചേച്ചി അങ്ങനെ പറയല്ലേ, എനിക്ക് വിഷമം. സ്റ്റാർഡം കാരണം പ്രൈവസി നഷ്ടപ്പെടുന്നതായി എപ്പോഴും